നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ ഒരു തന്ത്രപ്രധാന മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയും ഇന്ത്യൻ വ്യോമസേനയും. പാകിസ്ഥാൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാധുനിക ചൈനീസ് നിർമ്മിത ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കാനാവുന്ന PL-50E എന്ന മിസൈലുകളുടെ റഡാർ തരംഗങ്ങൾ, ഫ്രീക്വൻസി മാതൃകകൾ, ഡാറ്റ ലിങ്ക് ഫോർമാറ്റുകൾ എന്നിവ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വിജയകരമായി ഡീകോഡ് ചെയ്ത് തിരിച്ചറിഞ്ഞു എന്ന വാർത്ത ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ പുറത്തു വന്നിരുന്നു. ഫ്രഞ്ച് പ്രതിരോധ മാധ്യമമായ മെറ്റ ഡിഫൻസ് ആണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഈ നിർണായക വിവരം അന്ന് പുറത്തുവിട്ടിരുന്നത്. വ്യോമാതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീണ്ടെടുത്ത യഥാർത്ഥ മിസൈൽ ഹാൻഡ്വെയറുകൾ നേരിട്ട് പരിശോധിച്ച് ലബോറട്ടറി വിലയിരുത്തലുകൾ നടത്തിയതിലൂടെയാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ഇതോടെ ഈ മിസൈലിൻ്റെ കണ്ടെത്തൽ, ട്രാക്കിംഗ്, ഗൈഡൻസ് രീതികളെക്കുറിച്ചുള്ള മുൻകാല ആശങ്കകളെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇപ്പോഴത്തെ ലഭ്യമായ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ PL-50E മിസൈലുകളുടെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക പ്രൊഫൈലുകൾ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ ഓൺബോർഡ് സിസ്റ്റങ്ങളിലേക്ക് അതിവേഗം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ഈ ചൈനീസ് മിസൈലിൻ്റെ ജാമിംഗ് ലോജിക്കുകളെ തകർക്കാൻ ശേഷിയുള്ള പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാനങ്ങളിലെല്ലാം വിന്യസിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് മാർക്ക് 1A, നവീകരിച്ച സുഖോയ് 30 MKI എന്നിവയിലെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളിലും ഫ്രഞ്ച് നിർമ്മിത റാഫേൽ യുദ്ധവിമാനങ്ങളുടെ അത്യാധുനിക സ്പെക്ട്ര സിസ്റ്റത്തിലും ഈ പുതിയ മാറ്റങ്ങൾ വരുത്തി. ഇതോടെ ദൃശ്യപരിധിക്ക് അപ്പുറമുള്ള വ്യോമയുദ്ധങ്ങളിൽ ഈ മിസൈലുകളെ വളരെ നേരത്തെ കണ്ടെത്താനും കൃത്യമായി പ്രതിരോധിക്കാനും ഇന്ത്യൻ പൈലറ്റുമാർക്ക് സാധിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ കേടുപാടുകൾ കൂടാതെ തകർന്നു വീണ മിസൈലുകൾ വീണ്ടെടുക്കാൻ സാധിച്ചതാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് വഴിത്തിരിവായത്. ചൈനയുടെ ഏറ്റവും ആധുനികമായ കയറ്റുമതി ആയുധങ്ങളിൽ ഒന്നായ ഇതിൻ്റെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ സീക്കർ, ഫ്രീക്വൻസി ഹോപ്പിംഗ് ഡാറ്റ ലിങ്കുകൾ, ആൻറ്റി ജാമിംഗ് സവിശേഷതകൾ എന്നിവ ഇതിനു മുൻപ് ഇന്ത്യൻ പ്രതിരോധ നിരക്ക് വലിയ വെല്ലുവിളിയായിരുന്നു ഉയർത്തിയിരുന്നത്. എന്നാൽ നേരിട്ടുള്ള ശാസ്ത്രീയ വിശകലനത്തിലൂടെ മിസൈലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ അവസാനിക്കുകയും ഫലപ്രദമായ പ്രതിരോധ നടപടികൾ രൂപീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകളുടെ സ്വയം രക്ഷാ കവചങ്ങളെ കൂടുതൽ ശക്തമാക്കും എന്നും ഭാവിയിലെ വ്യോമയുദ്ധങ്ങളിൽ ഇന്ത്യൻ പൈലറ്റുമാർക്ക് ഇത് നിർണായകമായ മേധാവിത്വം നൽകുമെന്നും ഫ്രഞ്ച് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ഈ വിജയം രാജ്യത്തിൻ്റെ ഇലക്ട്രോണിക് വാർഫെയർ രംഗത്തെ വലിയൊരു കുതിച്ചുചാട്ടത്തെയാണ് കാണിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള റഫേൽ, സുഖോയ്, തേജസ് വിമാനങ്ങൾക്ക് ഇനി മുതൽ PL-50E മിസൈലുകളിൽ നിന്നുള്ള ഭീഷണികളെ കൂടുതൽ വേഗതയിലും കൃത്യതയിലും ചെറുക്കുവാൻ കഴിയും. ഈ സാങ്കേതിക മുന്നേറ്റം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അസ്ത്ര മിസൈൽ പരമ്പരകളുടെ അടുത്ത ഘട്ട വികസനത്തിന് ആവശ്യമായ വിലപ്പെട്ട വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. ഇത് മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ ഇന്ത്യക്ക് അനുകൂലമായി മാറ്റാൻ കാരണമായിട്ടുണ്ട്. പാകിസ്ഥാൻ പൂർണ്ണമായും ചൈന നൽകുന്ന പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിക്കുമ്പോൾ ആ ആയുധങ്ങളുടെ രഹസ്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ശത്രുക്കളുടെ അത്യാധുനിക ആയുധങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കാനും അതിവേഗത്തിൽ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡുകൾ പൂർത്തിയാക്കാനുമുള്ള ഇന്ത്യയുടെ ശേഷി രാജ്യത്തിൻ്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥയുടെ പക്വതയാണ് കാണിക്കുന്നത്. വ്യോമസേന ഈ പുതിയ അപ്ഡേറ്റുകൾ തങ്ങളുടെ സ്ക്വാഡ്രൺ പരിശീലനങ്ങളിലും പ്രവർത്തന സജ്ജീകരണങ്ങളിലും ഉൾപ്പെടുത്തി മുന്നേറുന്നതോടെ മേഖലയിലെ ഏറ്റവും ആധുനികമായ മിസൈൽ ഭീഷണികളെപ്പോലും നേരിട്ട് ആകാശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ആണവ അന്തർവാഹിനികളുടെ വികസനം മുതൽ യുദ്ധകാലത്തിൽ തെളിയിക്കപ്പെട്ട സുരക്ഷാ ഗിയറുകൾ വരെയുള്ള തന്ത്രപ്രധാന നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ഏറ്റവും പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഒന്നാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ വിജയം. ഇത് ആഗോള പ്രതിരോധ നവീകരണ രംഗത്ത് ഇന്ത്യയുടെ വളർന്നു വരുന്ന പദവിയെ കൂടുതൽ ശക്തമാക്കും. പരമ്പരാഗതമായി അതിർത്തികളിൽ നിലനിന്നിരുന്ന സൈനിക മേധാവിത്വ സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിക്കുറിക്കുന്ന ഈ മുന്നേറ്റം ഇന്ത്യ പാക് അതിർത്തിയിലും ഇന്ത്യ ചൈന അതിർത്തിയിലും ഉണ്ടാക്കാൻ പോകുന്ന തന്ത്രപരമായ പ്രതിഫലനങ്ങൾ വളരെ ആഴത്തിലുള്ളതും ദൂരവ്യാപകവുമാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വ്യോമ സുരക്ഷാ രംഗത്ത് ഈ കണ്ടെത്തൽ ഇന്ത്യക്ക് തികഞ്ഞ മേധാവിത്വമാണ് സമ്മാനിക്കുക. പാകിസ്ഥാൻ തങ്ങളുടെ പ്രധാന ആകാശ ആയുധമായി കണ്ട് അഹങ്കരിച്ചിരുന്ന PL-50E മിസൈലുകളുടെ സാങ്കേതിക രഹസ്യങ്ങൾ പൂർണ്ണമായും വെളിപ്പെട്ടതോടെ ദൃശ്യപരിധിക്ക് അപ്പുറമുള്ള യുദ്ധങ്ങളിൽ പാക് വ്യോമസേനയ്ക്ക് ഉണ്ടായിരുന്ന മുൻതൂക്കം പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. അതിർത്തി കടന്നുള്ള ചാരപ്രവർത്തനങ്ങൾക്കും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കും പാക് യുദ്ധവിമാനങ്ങൾ നൽകിയിരുന്ന ആകാശ സുരക്ഷാ കവചമാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനീസ് നിർമ്മിത ആയുധങ്ങളെ ആശ്രയിക്കുമ്പോൾ ആ ആയുധങ്ങളുടെ പോരായ്മകളും പ്രവർത്തന രീതിയും കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നത് അതിർത്തിയിലെ നിയന്ത്രണ രേഖയ്ക്ക് കാവലൊരുക്കുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. ഭാവിയിൽ
ബാലാക്കോട്ട് പോലെയുള്ള വ്യോമാക്രമണങ്ങളോ അതിർത്തിയിലെ വായുസേനകൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളോ ഉണ്ടായാൽ പാക് മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നിഷ്പ്രഭമാക്കാനും കൃത്യമായ തിരിച്ചടി നൽകാനും ഇന്ത്യൻ പൈലറ്റുമാർക്ക് ഇനി വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇന്ത്യ ചൈന അതിർത്തിയായ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഈ സാങ്കേതിക വിജയം ഉണ്ടാക്കുന്ന പ്രതിഫലനം അതിലും വലുതാണ്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളായ J-20, J-60 എന്നിവയിൽ ഉപയോഗിക്കുന്ന പ്രധാന ആയുധങ്ങളുടെ അടിസ്ഥാന സാങ്കേതിക വിദ്യ തന്നെയാണ് കയറ്റുമതി പതിപ്പായ PL-50E മിസൈലുകളിലും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിസൈലിൻ്റെ AESA സീക്കറും ഫ്രീക്വൻസി പാറ്റേണും ഡീകോഡ് ചെയ്തതിലൂടെ ചൈനയുടെ തന്നെ പ്രധാന ആകാശ ആയുധപ്പുരയുടെ താക്കോലാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ലഡാക്ക്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ അതിർത്തി മേഖലകളിൽ ചൈന ഉയർത്തുന്ന വ്യോമ ഭീഷണികളെ കൂടുതൽ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ ഈ അറിവ് ഇന്ത്യൻ വ്യോമസേനയെ സഹായിക്കും. ചൈനീസ് മിസൈലുകളുടെ ജാമിംഗ് പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള സോഫ്റ്റ്വെയറുകൾ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ വിന്യസിച്ചതോടെ അതിർത്തിയിൽ ചൈന വിഭാവനം ചെയ്തിരുന്ന സാങ്കേതിക മേധാവിത്വത്തിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ഇത് വടക്കൻ അതിർത്തികളിൽ ചൈനയ്ക്കെതിരെ ശക്തമായൊരു പ്രതിരോധ കവചം തീർക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു. രണ്ട് അതിർത്തികളിലും ഒരേ സമയം ഉണ്ടാകുന്ന ഈ തന്ത്രപരമായ മാറ്റം ഇന്ത്യക്ക് ഒരേ സമയം രണ്ട് മുന്നണികളിൽ നിന്നുള്ള യുദ്ധഭീഷണികളെ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കും. ചൈനയും പാകിസ്ഥാനും സംയുക്തമായി ഇന്ത്യക്കെതിരെ വ്യോമ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാലും ഇരു വിഭാഗത്തിൻ്റെയും പ്രധാന ആയുധ സാങ്കേതിക വിദ്യ ഒന്നു തന്നെ ആയതിനാൽ ഇന്ത്യൻ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾക്ക് അവയെ ഒരേ സമയം നേരിടാൻ സാധിക്കും. കൂടാതെ ശത്രുവിൻ്റെ മിസൈൽ സാങ്കേതിക വിദ്യ ചോർത്തിയത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അസ്ത്ര മിസൈൽ പദ്ധതികളുടെ നവീകരണത്തിന് ഒരു വലിയ തോതിൽ സഹായകമാകും. ചുരുക്കത്തിൽ അതിർത്തികളിൽ പാകിസ്ഥാനും ചൈനയും പുലർത്തിയിരുന്ന മിസൈൽ അഹങ്കാരത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ത്യൻ അതിർത്തികളുടെ ആകാശ സുരക്ഷ ഉറപ്പാക്കാനും ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ വ്യോമശക്തിയുടെ അപ്രമാദിത്വം നിലനിർത്താനും ഈ സാങ്കേതിക വിജയം പൂർണ്ണമായും വഴി തുറന്നിരിക്കുകയാണ്. ചൈനീസ് നിർമ്മിത PL-50E മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ ഡീകോഡ് ചെയ്തതിലൂടെ ലഭിച്ച വിവരങ്ങൾ ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ വികസന രംഗത്ത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ശത്രു രാജ്യത്തിൻ്റെ അത്യാധുനിക ആയുധത്തിൻ്റെ ആന്തരിക ഘടനയും പ്രവർത്തന രീതിയും മനസ്സിലാക്കുന്നത് സ്വന്തം ആയുധങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വലിയ തോതിൽ വഴി തുറക്കും. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അസ്ത്ര മിസൈൽ പരമ്പരകളുടെ അടുത്ത ഘട്ട നവീകരണത്തിന് ഈ വിവരങ്ങൾ വലിയ തോതിൽ സഹായകരമാക്കും. ചൈനീസ് മിസൈലുകൾ ഉപയോഗിക്കുന്ന ECCM, ഫ്രീക്വൻസി ഹോപ്പിംഗ് രീതികൾ എന്നിവ മനസ്സിലാക്കിയതിലൂടെ ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്യാധുനിക ജാമിംഗ് പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ത്യൻ മിസൈലുകളിൽ ഉൾപ്പെടുത്താൻ ശാസ്ത്രജ്ഞർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ മുൻഭാഗത്തുള്ള സീക്കർ സംവിധാനമാണ്. PL-50E മിസൈലിൻ്റെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ സീക്കറിൻ്റെ പ്രവർത്തന രീതി നേരിട്ട് വിശകലനം ചെയ്തതിലൂടെ ലക്ഷ്യങ്ങളെ കൂടുതൽ കൃത്യതയോടെ കണ്ടെത്തുന്നതിനും ശത്രുവിൻ്റെ ഇലക്ട്രോണിക് യുദ്ധമുറകളെ അതിജീവിച്ച് മുന്നേറുന്നതിനും സഹായിക്കുന്ന അത്യാധുനിക സീക്കറുകൾ ഇന്ത്യയുടെ വരാനിരിക്കുന്ന മിസൈലുകൾക്കായി രൂപകൽപ്പന ചെയ്യാൻ DRDOയ്ക്ക് സാധിക്കും. ലാബ് വിലയിരുത്തലുകളിലൂടെ ലഭിച്ച കൃത്യമായ ഡാറ്റ ഉപയോഗിച്ച് ഇന്ത്യൻ മിസൈലുകളുടെ പരീക്ഷണ ഘട്ടങ്ങളിൽ ശത്രുവിൻ്റെ മിസൈൽ തരംഗങ്ങളെ കൃത്യമായി പുനഃസൃഷ്ടിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യൻ മിസൈലുകൾ യഥാർത്ഥ യുദ്ധമുഖത്ത് എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് ലബോറട്ടറികളിലും കമ്പ്യൂട്ടർ മാതൃകകളിലും വെച്ച് തന്നെ കൃത്യമായി വിലയിരുത്താനും പോരായ്മകൾ പരിഹരിക്കാനും ഗവേഷകർക്ക് സഹായകരമാകും. PL-50E മിസൈലിൻ്റെ ഡാറ്റ ലിങ്ക് ഫോർമാറ്റുകൾ ചോർത്തിയത് വഴി ശത്രുവിൻ്റെ മിസൈലുകളും അവരുടെ യുദ്ധവിമാനങ്ങളും തമ്മിൽ യുദ്ധവേളയിൽ നടത്തുന്ന വിവരവിനിമയങ്ങളെ തടസ്സപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാം. ഇത് ഇന്ത്യയുടെ ആകാശത്ത് നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈലുകൾക്ക് ശത്രുവിൻ്റെ കൺട്രോൾ സിസ്റ്റത്തെ ആശയക്കുഴപ്പത്തിലാക്കാനും അവരുടെ ആക്രമണങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കാനുമുള്ള പുതിയ ശേഷി നൽകും. ചുരുക്കത്തിൽ PL-50E മിസൈലിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തിയത് കേവലം ഒരു പ്രതിരോധ സോഫ്റ്റ്വെയർ നവീകരിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് ഭാരതത്തിൻ്റെ തദ്ദേശീയ ആയുധ നിർമ്മാണ പ്രക്രിയയ്ക്ക് വലിയൊരു ഊർജ്ജം നൽകുകയും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ ഒരുപടി മുന്നിലെത്താൻ ഇന്ത്യൻ മിസൈൽ ശാസ്ത്രജ്ഞരെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.